2.25 മണിക്കൂർ സീരിയൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് ഒരു തിയേറ്ററിൽ പോകുന്നത്? എനിക്ക് എൻ്റെ ഫോണിൽ യൂട്യൂബിൽ നിന്ന് എടുത്താൽ നല്ല കുറേ സീരിയൽ കിട്ടും. അല്ലെങ്കിൽ വേണ്ട, ടി വി എന്ന് വെച്ചാൽ തന്നെ സൺ ടി വി എടുത്ത് കണ്ടാൽ പോരെ, കുറേ നല്ല അടിപൊളി മസാലയുള്ള കുറേ തമിഴ് സീരിയൽ എനിക്ക് കാണാൻ പറ്റും. പിന്നെ എന്തിന് ഞാൻ തിയേറ്ററിൽ പോയി എന്ന് എനിക്കൊരു ഗിൽറ്റ് അടിച്ചൊരു സിനിമയാണ് ഞാനിന്ന് കണ്ടത്, വിശ്വനാഥ് ആൻഡ് സൺസ്. മെയിൻ ആക്ടേഴ്സായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം നടിപ്പിൻ നായകനും പിന്നെ മലയാളികളുടെ സ്വന്തം അമിതാഭ് ബൈജു. ഇവരുടെ ഒരു ഏജ് ഗ്യാപ്പ്, ഈ ഏജ് ഗ്യാപ്പിനെ തന്നെയാണ് ഈ സിനിമയിൽ വലിയൊരു കോൺസെപ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. 42 വയസ്സുള്ള ഒരു അഡൾട്ടും ഒരു വലിയ പക്വതയൊന്നും ഇല്ലാത്തൊരു 22 വയസ്സുകാരിയായിട്ട് അമിതാഭ് ബൈജു. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഇവർ തമ്മിലുള്ളൊരു അടുപ്പം, ഇവരൊന്നിച്ച് പോകുമോ? അങ്ങനത്തെ ഒരു സീരിയൽ ലെവലൊരു ഡ്രമാറ്റിക് പരിപാടി, ഒരു മെലോ ഡ്രമാറ്റിക് ചീസി സെറ്റപ്പാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. 2 കൊല്ലം മുമ്പ് ദുൽഖർ നായകനായിട്ട് എത്തിയ ലക്കി ഭാസ്കർ എഴുതി സംവിധാനം ചെയ്ത് ഇതേ വെങ്കിയാട്ടലൂർ തന്നെയാണോ എന്ന് സംശയിച്ചു പോകുന്ന തരത്തിലാണ് വാരിസ് ലെവൽ ഒരു സീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ സെറ്റപ്പ് കാണുമ്പോൾ നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും. ആ ആർട്ടിഫിഷ്യാലിറ്റി 2.25 മണിക്കൂർ ത്രൂ ഔട്ട് ഫിലിമിൽ സഹിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയിരുന്നു. പക്ഷേ ഇത് ടോട്ടലി ഒരു കൾച്ചറൽ ഡിഫറൻസിൻ്റെ കാര്യമാണ് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം തിയേറ്ററിൽ എനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന തമിഴ് സഹോദരന്മാർ അവർ ഓരോ സീനിലും അമിതേനെ കാണുമ്പോഴും അണ്ണനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും ആ ഒരു കുഞ്ഞിക്കൊച്ച്, ആ കൊച്ചിനെ കാണുമ്പോഴും വെറുതെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഭയങ്കരമായ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തന്നെ സാധിച്ചില്ല. മേ ബി എൻ്റെ കുഴപ്പമായിരിക്കാം. പക്ഷേ ഇതിൽ ഒരു സീനും എനിക്ക് ഒട്ടും എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തിരുന്ന മാത്രമല്ല 2.25 മണിക്കൂർ. ഐ വിൽ കീപ്പ് ഓൺ റിപ്പീറ്റിംഗ് ദാറ്റ് ഡ്യൂറേഷൻ. കാരണം 2.25 മണിക്കൂർ ബോറടിച്ച് മടുത്തിരുന്ന് ഒരു സീരിയൽ നിലവാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിനിമ കാണേണ്ടി വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഫ്രം ദ വേർഡ് ഗോ നമുക്ക് മനസ്സിലാവും. അമിതയുടെ ക്യാരക്ടർ വരുന്നു, സൂര്യയുടെ ക്യാരക്ടർ വരുന്നു, നമുക്കറിയാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എക്സാക്ട്ലി അങ്ങനെ തന്നെ സംഭവിക്കുന്നത് മാത്രമല്ല, ആ പറഞ്ഞു വെച്ച പോയിന്റിലേക്ക് എത്താൻ വേണ്ടി വലിച്ചു നീട്ടി റബ്ബർ ബാൻഡ് പോലെ ഒരു സെക്കൻഡ് ഹാഫും പടച്ചു വെച്ചിട്ടുണ്ട്. രാധിക ശരത് കുമാറാണ് ഇതിനകത്ത് സൂര്യയുടെ അമ്മയായിട്ട് വന്നിട്ടുള്ളത്. ഒരു ടിപ്പിക്കൽ ഒരു സീരിയലിലെ ഒരു അമ്മായിയമ്മ അല്ലെങ്കിൽ ഒരു അമ്മ എങ്ങനെയായിരിക്കും അങ്ങനെ തന്നെ സ്നേഹനിധിയായ അമ്മ, ആദ്യമൊക്കെ കുറച്ച് കുച്ചുമ്പ് കാണിക്കുന്നൊരു അമ്മായിയമ്മ, പിന്നെ അങ്ങനെ വളരെ ധനികയായ ഒരു സ്ത്രീ, കിടന്നുറങ്ങുമ്പോൾ പോലും എന്തിനോ ഹോസ്പിറ്റലിൽ ഒരു സർജറിക്ക് കയറിയാൽ പോലും പട്ടുസാരിയും ഫുൾ ആഭരണങ്ങളെല്ലാം അണിഞ്ഞു നിൽക്കുന്ന ഒരു ധനികയായ സ്ത്രീ. അപ്പോൾ ഈ സെറ്റപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് അടിക്കും, എനിക്ക് നെഗറ്റീവ് അടിക്കും. അപ്പോൾ അത്രയ്ക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ സെറ്റും ഡിസൈൻസും കോസ്റ്റ്യൂംസും മേക്കപ്പും ഫുൾ ഇത് കാണുമ്പോൾ തന്നെ വളരെ ആർട്ടിഫിഷ്യാലിറ്റിയാണ്. നേരെ മറിച്ച് ലക്കി ഭാസ്കർ സിനിമയിലാണെങ്കിലും വളരെ മിഡിൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ ലോവർ മിഡിൽ ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്യാരക്ടർ അത് വളരെ അടിപൊളിയായിട്ട് ആ സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ ഡയറക്ടർക്ക് സാധിച്ചു. പക്ഷേ ഇതിലേക്ക് വന്നപ്പോഴേക്കും വളരെ മുഴച്ചു നിൽക്കുന്ന രീതിയിൽ ഒട്ടും കൺവിൻസിങ് അല്ലാത്ത രീതിയിൽ കുറേ റിച്ച് സെറ്റപ്പ് കാണിക്കുന്നുണ്ട്. പണക്കാരായ ആൾക്കാരെ കാണിക്കുന്നു, ഇതൊന്നുമല്ല എൻ്റെ ഒരു പ്രശ്നം. ഒട്ടും കൺവിൻസിങ് അല്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് സൂര്യയുടെ ക്യാരക്ടർ തന്നെ കാണിക്കുന്നുണ്ട്. ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇയാളൊരു പണക്കാരനാണ്, ധനികനാണ്, മൾട്ടി മില്യനെയർ ആണെന്നുള്ളത്. പക്ഷേ അത് സിനിമയിൽ വരുമ്പോഴേക്കും വീണ്ടും അത് കാണിക്കാൻ വേണ്ടിയുള്ള കുറേ എസ്റ്റാബ്ലിഷ്ഡ് ഷോട്ട്സും അങ്ങനെ ഒരുപാട് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടൈപ്പ് ഒരു കഥയും. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞുകൊണ്ടിരുന്ന കഥയല്ല പറയുന്നത്. പിന്നീട് അങ്ങോട്ട് വലിച്ച് നീട്ടി നമ്മൾ ആഗ്രഹിക്കുന്ന ക്ലൈമാക്സിലേക്ക് എത്താൻ വേണ്ടി പിന്നെയും ഒരു 1 hour സിനിമ യാത്ര ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും. അമിതാഭ് ബൈജു ക്യാരക്ടറിനോട് വളരെയധികം നീതി പുലർത്തി വെറുപ്പിച്ചിട്ടുണ്ട് ഇൻ ദ സെൻസ് ആ ഒരു ക്യാരക്ടർ എഴുതപ്പെട്ടിട്ടുള്ളത് തന്നെ അങ്ങനെയാണ്. ക്യൂട്ട്നെസ് വാരി വിതറുക, മെഴുകുക, പ്രകാശം പരത്തി എല്ലാവരും വെറുപ്പിക്കുക, അവസാനം വേണ്ട കാര്യങ്ങൾ നടത്തിയെടുക്കുക, അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ക്യാരക്ടർ. നേരെ മറിച്ച് സൂര്യ ആണെങ്കിൽ ആ ക്യാരക്ടർ പിടിച്ച് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കും. അവസാനം ഒരു സെൻറ്റീവ് സീനും, പിന്നെ ഫാൻസിനെ രസിക്കാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യമില്ലാത്ത സിറ്റുവേഷനിലും സീനിലും 2 ഫൈറ്റ്, പിന്നെ കുറച്ച് ഡാൻസ്. ഫാൻ സർവീസിനൊക്കെ ഒരു പരിധിയില്ലേ. പക്ഷേ ഒരു തരത്തിലും എനിക്ക് അങ്ങോട്ട് എൻഗേജിങ് ആയിട്ടോ എന്നെ പിടിച്ചിരുന്ന തരത്തിൽ അടുത്ത സീനിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് എനിക്ക് പേഴ്സണൽ എന്നുള്ള രീതിയിൽ എനിക്ക് സാധിച്ചിട്ടില്ല. കഥയിലെ അഴച്ചിലിന് പുറമെ ഒരുപാട് റിഗ്രസീവ് ആയിട്ടുള്ള തോട്ട്സാണ് ഇവർ ഷെയർ ചെയ്തിട്ടുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോൾ എന്തൊരു പുരോഗമനവാദം എന്ന് തോന്നുമെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി പറഞ്ഞ് ലാസ്റ്റ് കൊല്ലങ്ങളായിട്ട് കണ്ടുവരുന്ന സീരിയലിൽ അതേ കോൺസെപ്റ്റ് തന്നെ ഇവിടെയും പറയുന്നത്. അതായത് കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാൾ ഇവർക്ക് ചുറ്റും നിന്നിട്ട് ആൾക്കാർ പിന്നെ കൊണ്ട് കെട്ടിക്കി എന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നു. ഒരു ഇഷ്ടമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ആ രീതിയിൽ ഇത് തന്നെ കാണിച്ച് ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നത് നമ്മൾ വിചാരിക്കുമോ അത് തന്നെ സംഭവിക്കും. അമിതയുടെ ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. എക്സാക്ട്ലി അവരത് തന്നെ ചെയ്യും.
രാധിക ശരത് കുമാറിൻ്റെ ക്യാരക്ടർ ഇനി ഒരു പോയിന്റ് കഴിഞ്ഞ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നു, അത് തന്നെ സംഭവിക്കും. പരിപാടി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു കളർഫുൾ സീരിയലിൽ വേണ്ട എല്ലാ സെറ്റപ്പും ഇതിനകത്തുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രാമയ്ക്ക് ഡ്രാമ, മെലോ ഡ്രാമയ്ക്ക് മെലോ ഡ്രാമ, കണ്ണീർ സീരിയലിന് വേണ്ടതെല്ലാം ഉണ്ട്. പിന്നെ വേണ്ടോടത്തും വേണ്ടടത്തോടത്തും എല്ലായിടത്തും പാസ് ഇങ്ങനെ വാരി വിതറിയിട്ടുണ്ട്. എന്തൊക്കെ ടൈപ്പ് കോൺഫ്ലിക്റ്റ്, പരിപ്പോടെ കോൺഫ്ലിക്റ്റ് കൊണ്ടുവരാമോ അതെല്ലാം ഒരു സീരിയൽ നിലവാരത്തിൽ തന്നെ ഡയറക്ടർ എല്ലായിടത്തും വാരി വിതറിയിട്ടുണ്ട്. ഒരു തരത്തിലും കഥയ്ക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ, അതായത് ആവശ്യമില്ലാത്ത രീതിയിൽ സെക്കൻഡ് ഹാഫിൽ ഒരു ബന്ധുവില്ലാതെ വന്ന രവീണ ടണ്ടൻ്റെ ഫാമിലി, അവരുടെ കുറേ ബാക്ക് സ്റ്റോറി, അതിന് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളായിട്ട് എന്താണ് കണക്ഷൻ എന്നുള്ള രീതിയിൽ കുറേ വളഞ്ഞ് ചുറ്റി മൂക്ക് പിടിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളെല്ലാം ഒരു ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ കട്ട് ചെയ്ത് കളഞ്ഞാൽ പോലും സിനിമയുടെ കഥയ്ക്ക് ഒരു തരത്തിലും മാറ്റം വരാൻ പോകുന്നില്ല. പക്ഷേ ഇത് 2.5 മണിക്കൂർ നമ്മൾ ഇത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ വെറുതെ ജസ്റ്റ് ഫോർ എ ഫൺ. കാരണം സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റായിട്ട് ഇതിന് ഡയറക്റ്റ് ഒരു ബന്ധം പോലും ഇല്ല. പക്ഷെ എങ്കിലും ഇതൊരു സീരിയൽ നിലവാരം പുലർത്തുന്നത് കൊണ്ട്, മെഗാ സീരിയൽ പോലെ നീണ്ടു പോകുന്നത് കൊണ്ടും നമ്മളിങ്ങനെ ഓരോ എപ്പിസോഡ് കാണുന്നത് പോലെ ഇത് കണ്ടിരിക്കുക എന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. സൂര്യ അങ്ങനെ മോശമായിട്ട് അഭിനയിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു റോള് അയാൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റൊരു ടോണിലാണ് ത്രൂ ഔട്ട് അയാൾ പോകുന്നത്. ആ മീറ്റർ തന്നെ പിടിച്ചിട്ടുണ്ട്. നമിത ബൈജുലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമായിരിക്കാം എങ്കിൽ പോലും വെറുപ്പിച്ചിട്ടുണ്ട്. ക്യൂട്ട്നെസ് എന്നൊക്കെ പറഞ്ഞാൽ അജ്ജാത് ക്യൂട്ട്നെസ്സും പിന്നെ ഇമോഷണൽ സീനിലൊക്കെ ഇമോഷൻ വാരി വിതറിയിട്ടുമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു തരത്തിൽ എനിക്ക് കണക്റ്റ് ആവാതെ പോയ, എൻഗേജിങ് ആവാതെ പോയ ഒരു സീരിയൽ നാടകം തന്നെയായിരുന്നു വിശ്വനാഥ് ആൻഡ് സൺസ്.